നമസ്കാരം. ഇറാനുമായുള്ള വെടിനിർത്തൽ ഉടമ്പടി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന അടിയന്തര നീക്കങ്ങളെ ആഗോളതലത്തിൽ വലിയ ഉത്കണ്ഠയ്ക്കും ചർച്ചയ്ക്കുമൊക്കെ കാരണമാവുകയാണ്. അമേരിക്കയിലെ വൈറ്റ് ഹൌസിലെ ഉന്നത നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ എത്തിയതോടെ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളുമായി അമേരിക്ക കൈക്കൊള്ളാൻ പോകുന്നു എന്ന അഭ്യൂഹം ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ കൗശലങ്ങൾ പ്രയോഗിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നാണ് ഈ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിന്റെ പൊരുൾ. എന്തായാലും ഈ ആഴ്ച അവസാനത്തോടെ, അതായത് വാരാന്ത്യ അവധി ദിവസമായിരുന്നിട്ടും വൈറ്റ് ഹൌസ്, JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സൺ, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് എന്നിവരടങ്ങുന്ന ദേശീയ സുരക്ഷാ ടീം വൈറ്റ് ഹൌസിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. നിലവിൽ വിർജീനിയയിലെ ഗോൾഫ് കോഴ്സിലുള്ള ട്രംപ് അവിടെ ഇരുന്നും തന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുകയാണ്. സൂസി വൈൽസ്, RFK ജൂനിയർ തുടങ്ങിയ പ്രമുഖരും ഈ അടിയന്തര നീക്കങ്ങളുടെ ഭാഗമായി വൈറ്റ് ഹൌസിൽ തുടരുന്നുണ്ട്. ഔദ്യോഗികമായ യോഗം നടന്നോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് ഇതുവരെയും ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിലും വെടിനിർത്തൽ കാലാവധിക്ക് ശേഷമുള്ള സൈനിക നയതന്ത്ര നീക്കങ്ങളാണ് ചർച്ചയാകുന്നത് എന്നാണ് ഒരു സൂചന. നയതന്ത്ര ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സായുധ സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ലോകരാജ്യങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ പുറത്തുവരുന്ന തീരുമാനങ്ങൾ മേഖലയിൽ സമാധാനത്തിന് എത്രത്തോളം നിർണായകമാകുമെന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് സിവിലിയൻ കപ്പലുകൾക്കായി തുറന്നുകൊടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇറാൻ വീണ്ടും അടച്ചുപൂട്ടിയത്. നാവിക ഉപരോധം നീക്കം ചെയ്യുമെന്ന ബാധ്യത നിറവേറ്റുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ കടുത്ത തീരുമാനമെടുത്തത്. ഉപരോധത്തിന്റെ മറവിൽ അമേരിക്ക കടൽ കൊള്ളയും കപ്പൽ മോഷണവും തുടരുകയാണെന്നും IRIB വഴി പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇറാൻ കുറ്റപ്പെടുത്തി. ഇറാനിയൻ കപ്പലുകൾ പൂർണ്ണമായി നാവിഗേഷൻ സ്വാതന്ത്ര്യം അമേരിക്ക പുനഃസ്ഥാപിക്കുന്നതുവരെ കടലിടുക്കിന്റെ നിയന്ത്രണം സായുധ സേനയുടെ കർശന മേൽനോട്ടത്തിലായിരിക്കുമെന്നും പഴയ അവസ്ഥ തുടരുമെന്നും ഇറാൻ പറയുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ നിലപാട് ഘടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനുമായി കൃത്യമായ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്കു മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വക മുന്നറിയിപ്പ്. നിലവിൽ വെടിനിർത്തൽ കാലാവധി നീട്ടാൻ സാധ്യതയില്ല എന്നാണ് എയർഫോഴ്സ് വൺ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ ഞാൻ കാലാവധി നീട്ടില്ലായിരിക്കാം, പക്ഷേ ഉപരോധം തുടരും എന്നാണ് ട്രംപിന്റെ നിലപാട്. എങ്കിലും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയും പങ്കുവെക്കുന്നുണ്ട്. ഏപ്രിൽ 18 രാവിലെ കടലിടുക്ക് തുറന്നപ്പോൾ നിരവധി എണ്ണ ടാങ്കറുകളും LPG വാഹനങ്ങളും ഇറാനിലെ ജലാതിർത്തിയിലൂടെ കടന്നുപോയതായി മറൈൻ ട്രാഫിക് ഡേറ്റ വ്യക്തമാക്കുന്നു. എന്നാൽ അമേരിക്ക ഇസ്രായേൽ കപ്പലുകൾക്കും സൈനിക യാനങ്ങൾക്കും കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ അറേബ്യൻ കടലിൽ പെട്രോളിംഗ് നടത്തുന്ന തങ്ങളുടെ ഡിസ്ട്രോയർ കപ്പലുകൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 21 കപ്പലുകളെ വഴിതിരിച്ചു വിട്ടതായും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വെളിപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോര് ആഗോള എണ്ണ വിപണിയെയും സമുദ്ര സുരക്ഷയെയും വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്.